ഭ്രാന്തന്റെ പ്രണയം ആൻ അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 70. അമ്മു കുറച്ചു നേരമായി ശ്രീലയത്തിലേക്ക് എത്തിയിട്ട്. വന്ന സമയം തൊട്ട് അവളുടെ കണ്ണുകൾ ഹരിയെ തിരയുന്നത് വിനോദ് കാണുന്നുണ്ടായിരുന്നു. അവൻ കള്ളച്ചിരിയോടെ അച്ചുവിനെ അടുത്തേക്ക് വിളിച്ചു. എന്താ വിനോട്ടാ? അച്ചു അവനോട് സംശയത്തോടെ ചോദിച്ചു. മോള് അമ്മൂച്ചിയെ കണ്ടില്ലേ? പിന്നെന്താ അവളോട് മിണ്ടാത്തെ? ഒരിക്കൽ ചിന്നുവിന്റെ ഫോണിൽ നിന്ന് അവളോട് സംസാരിച്ചിട്ടുള്ള പരിചയമുള്ളതല്ലേ നിങ്ങൾ തമ്മിൽ? വിനോദ് അവളോട് സംശയത്തോടെ ചോദിച്ചു. അച്ചു അമ്മുവിനെ നോക്കി. പവിത്രയോടും ഗൗരിയോടുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അമ്മു. പക്ഷെ ഹരിയെയാണ് അവളുടെ കണ്ണുകൾ പരതുന്നതെന്ന് അച്ചുവിനും മനസ്സിലായി. അച്ചു അവളിൽ നിന്നും മുഖം മാറ്റി വിനോദിനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ അമ്മൂച്ചി വന്ന സമയത്ത് പോയി സംസാരിച്ചിരുന്നു വിനോട്ടാ. ബാക്കി സംസാരം വിനോദിനെ കണ്ടിട്ടാവാന്ന് കരുതി. അവളിൽ കള്ളച്ചിരി. അതേ ചിരി തന്നെയാണ് വിനോദിന്റെ ചുണ്ടിലും. അതേതായാലും നന്നായി മോള്. ഞാനിന്നലെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും മറക്കണ്ട. അതുപോലെ അങ്ങോട്ട് ആക്ട് ചെയ്താൽ മതി. ഇന്നത്തോടെ അവളുടെ ഉള്ളിലുള്ളത് നമുക്ക് പുറത്തു കൊണ്ടുവരാം. അവളുടെ ഒരു യോഗ്യത നോക്കല്. ഇന്നത്തോടെ എല്ലാം ഓക്കെ ആക്കണം. അത് ഞാൻ എൻ്റെ ഹരിക്ക് കൊടുത്ത വാക്കാ. വിനോദ് അച്ചുവിനോട് ഗൗരവത്തോടെ പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം വിനോട്ടാ. വിനോട്ടൻ അതോർത്ത് ടെൻഷൻ ആവണ്ട. അമ്മൂച്ചിന്ന് ഉറപ്പായിട്ടും ഹരിയേട്ടനോടുള്ള ഇഷ്ടം തുറന്നു പറയും. ചിന്നോട്ടത്തി മാളുവച്ചിയും അമ്മൂച്ചിയെക്കുറിച്ചും രണ്ടാളുടെ ഉള്ളിലുള്ള പ്രണയത്തെക്കുറിച്ചും പറഞ്ഞറിഞ്ഞ അന്നു തൊട്ട് ഞാൻ കാത്തിരിക്കുന്നതാ അവർ ഒന്നാവുന്നത് കാണാൻ. ആ അവസാനം എല്ലാം ശരിയാക്കാൻ ഞാൻ തന്നെ വേണമെന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? അച്ചു വലിയ കാര്യം പോലെ വിനോദിനോട് പറഞ്ഞു. അയ്യടാ, അവള് വലിയൊരാള് വന്നേക്കുന്നു. എന്തൊരു മിണ്ടാപ്പൂച്ചയായിരുന്നു ഈ പെണ്ണ്. ഇതിനെ ഇങ്ങനൊരു കുറുമ്പിയാക്കിയതാ ചിന്നു ഒറ്റ ഒരുത്തിയാ. ഇപ്പൊ പെണ്ണിന്റെ നാവ് നോക്ക്. വിനോദ് കപടദേഷ്യത്തോടെ പറഞ്ഞു. അച്ചു അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. എൻ്റെ ഏട്ടത്തി സൂപ്പർ അല്ലേ വിനോട്ടാ? അവളിൽ കുറുമ്പ്. അയ്യോ ആണേ തമ്പുരാട്ടി, നിന്റെ ഏട്ടത്തി സൂപ്പർ തന്നെയാ. നിന്നെയും കൂടി അവളെ പോലെ ആക്കിയെന്നും പറഞ്ഞ് അവസാനം ആദിയുടെ വായിന്ന് കേൾക്കാതിരുന്നാ മതി നിന്റെ ഏട്ടത്തിക്ക്. വിനോദ് ചിരിയോടെ പറഞ്ഞു. ഉവ്വ, ഏട്ടനെ ഏട്ടത്തി ഒന്നും പറയില്ല. എൻ്റെ ഏട്ടനെ ഏട്ടത്തി അത്രയ്ക്ക് ഇഷ്ടാ. അച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു. വിനോദ് കുസൃതിയോടെ തലകുലുക്കി. അപ്പൊ വിനോദിനെ എന്നെ അനുഗ്രഹിക്കണം. മോള് പോയി വിജയിച്ചിട്ട് വരാ. അവള് വിനോദിനോട് കുറുമ്പോടെ പറഞ്ഞു. ചെല്ല് ചെല്ല്. ഹരി അതാ ആ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിൽ നിൽപ്പുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവരോട് സംസാരിക്കുക. വിനോദ് പറഞ്ഞതും അവൾ തലകുലുക്കി. ഓക്കെ, അപ്പോ എന്നാ വിനോട്ടന്റെ പണി നോക്ക്. ഞാൻ പോയി വരാം. അവൾ അവന്റെ കവിളിൽ തട്ടിക്കൊണ്ട് അമ്മുവിന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ട് ഒരു ചിരിയോടെ വിനോദ് പുറത്തേക്ക് പോയി. ഇതെങ്ങോട്ടാ ഐശ്വര്യ? നീ എങ്ങോട്ടെന്നെ കൊണ്ടുപോകുന്നേ? അമ്മു അച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തു നിന്നും ചുറ്റും നോക്കുന്ന അച്ചുവിനോടായി ചോദിച്ചു. അച്ചു അവളെ ഇതുവരെ ഇല്ലാത്ത നാണത്തോടെ നോക്കി. അമ്മുവിന്റെ നെറ്റി ചുളിഞ്ഞു. അതെ അമ്മുച്ചി, അത് പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് ഇവിടെ എവിടെയോ. ആളെ നോക്കി വന്നതാ ഞാൻ. അവള് കാലുകൊണ്ട് നിലത്ത് കളം വരച്ചുകൊണ്ട് പറഞ്ഞു. അമ്മുവിന് ആദ്യം അവള് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും പതിയെ എന്തോ മനസ്സിലായതുപോലെ അവളുടെ മുഖം വിടർന്നു. ഈ കുഞ്ഞിപ്പെണ്ണിന് പ്രണയോ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അവൾ ഇല്ലാത്ത നാണത്തോടെ പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ആട്ടെ, ആരാ ആള്? അമ്മുച്ചി, ആളിവിടെ എവിടെയുണ്ട്. ഇന്ന് ആളോടെന്റെ പ്രണയം പറയണം. അതാ എന്റെ ഉദ്ദേശം. അച്ചു ആവേശത്തോടെ പറഞ്ഞു. അപ്പോ വൺ സൈഡ് ആണോ? അമ്മു ചോദിച്ചു. അതെ, വൺ സൈഡാ. ആൾക്ക് അങ്ങനെ പ്രണയിച്ചു നടക്കാനൊന്നും താല്പര്യം കാണില്ല. പക്ഷെ ഇന്നത്തോടെ ഈ വൺ സൈഡ് കളി അവസാനിപ്പിക്കും ഞാൻ. അവള് പറഞ്ഞതും അമ്മു ചിരിച്ചു. എന്നിട്ട് എവിടെ നിന്റെ ആള്? അവൾക്ക് ആകാംക്ഷയേറി. അച്ചു കണ്ണുകൾ കൊണ്ട് ചുറ്റും ഹരിയെ തിരഞ്ഞു. ഒടുവിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരിയെ കണ്ട് അവള് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഓടി. അമ്മു സംശയത്തോടെ അച്ചുവിനെ നോക്കി നിന്നു. അവളുടെ ഓട്ടം ചെന്ന് അവസാനിച്ചത് ഹരിയുടെ മുന്നിൽ ചെന്നാണെന്ന് കണ്ടതോടെ അമ്മുവിന് അവളുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അച്ചു ഹരിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ഹരി അവളെ നോക്കി പുഞ്ചിരിച്ചു. അച്ചു അമ്മുവിനെ ഇടം കണ്ണിട്ട് നോക്കി. അവളുടെ കണ്ണുകൾ തങ്ങൾക്ക് മേലെ തന്നെ ആണെന്ന് കണ്ട അച്ചു പെട്ടെന്നൊന്നുയർന്ന് ഹരിയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അമ്മു ഞെട്ടലോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവള് പെട്ടെന്ന് അവിടെ നിന്നും അകത്തേക്ക് ഓടിക്കയറി. അച്ചു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അമ്മു പോയ വഴിയിലേക്ക് നോക്കി. എന്താടി വായാടി? ഹരി അവളോട് വാത്സല്യത്തോടെ ചോദിച്ചു. അച്ചു അവനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ വന്നപ്പോ തൊട്ട് തിരയുന്നതാ ഹരിയേട്ടനെ. എവിടെയെല്ലാം നോക്കിയെന്നോ ഞാൻ. അപ്പോ പെട്ടെന്ന് കണ്ട സന്തോഷം കൊണ്ടാ. എൻ്റെ ഏട്ടനല്ലേ? അവള് കൊഞ്ചലോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അതേലോ, എൻ്റെ അച്ചുവിന്റെ ഏട്ടൻ തന്നെയാ. ഹരി ചിരിയോടെ അവളെ ചേർത്തു പിടിച്ചു. ചിന്നുവിനേക്കാളും മാളുവിനേക്കാളും ചെറുതായതുകൊണ്ട് തന്നെ ചിന്നുവിന്റെ കൂടെ കൂടി കുറുമ്പൊക്കെ പഠിച്ചു വരുന്ന അച്ചുവിനെ വിനോദിനും ഹരിക്കും മറ്റുള്ളവർക്കും വലിയ ഇഷ്ടമാണ്. കൂട്ടത്തിലെ ചെറിയ കുട്ടി ഇപ്പോ അച്ചുവാണ്. അതെ, അമ്മൂച്ചി വന്നിട്ടുണ്ട് കേട്ടോ. കാമുകൻ കണ്ടായിരുന്നോ?
അവൾ കുറുമ്പോടെ ചോദിച്ചു. വന്നോ? ഞാൻ കണ്ടില്ല മോളെ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വേഗം വരാമേ. അവൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് നടന്നു. അച്ചു അവൻ പോകുന്നു നോക്കി ഒരു ചിരിയോടെ തിരിഞ്ഞതും കാണുന്നത് മുറ്റത്തു നിന്നും തന്നെ നോക്കുന്ന വിനോദിനെയാണ്. അവൻ എന്തായി എന്ന് അവളോട് കൈകൊണ്ട് ചോദിക്കുന്നുണ്ട്. അച്ചു അവനെ നോക്കി ചിരിയോടെ തംസപ്പ് കാണിച്ചു. വിനോദ് വിടർന്ന കണ്ണുകളോടെ തലകുലുക്കി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അച്ചു പുഞ്ചിരിയോടെ അകത്തേക്ക് നടന്നു. ഹരി അകത്തേക്ക് കയറി ചുറ്റും അമ്മൂനെ തിരഞ്ഞു. ഗസ്റ്റുകൾ ഒരുപാട് വന്നതുകൊണ്ട് തന്നെ ഹാളിലെല്ലാം ആളുകളാണ്. ഹരി ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവിടെ വരുന്ന ഗസ്റ്റിനോടെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിനോദ്. ഹരി അവന്റെ അടുത്തേക്ക് വരുന്നത് വിനോദ് കണ്ടെങ്കിലും അവൻ അത് കാണാത്തതുപോലെ ഗസ്റ്റുകളെ സ്വീകരിക്കുകയാണ്. വിനു, ഹരി അവന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് വിളിച്ചു. വിനോദ് അവനെ തിരിഞ്ഞു നോക്കി. എന്താടാ? അവൻ ചോദിച്ചു. എടാ, അമ്മു എത്തിയിട്ടുണ്ടെന്ന് അച്ചു പറഞ്ഞു. എന്നിട്ട് എവിടെ? ഇവിടെയാണെങ്കിൽ മൊത്തം ആളുകളാ. ഇതിനിടയിൽ ഞാൻ അവളെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? അവൻ വിനോദിനോട് ദയനീയമായി ചോദിച്ചു. വിനോദിന്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു. അമ്മു വന്നിട്ട് കുറച്ചു നേരം ആയല്ലോ, നീ കണ്ടില്ലേ? അപ്പോ അവള് ചിലപ്പോ ഗൗരിയുടെ കൂടെ എങ്ങാനും കാണും. വിനോദ് പറഞ്ഞു. എനിക്ക് അവളെ ഒന്ന് കാണാൻ. നീ ഒന്ന് വന്നേടാ എൻ്റെ കൂടെ. അവൻ വിനോദിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? പൊന്നുമ വേണമെങ്കിൽ പോയി കാണ്. അല്ലെങ്കിലും ഇപ്പൊ ഇത്ര ധൃതി പിടിച്ച് അവളെ കാണേണ്ട ആവശ്യം എന്താ? നീ അവളോട് എന്തായാലും നിന്റെ ഉള്ളിൽ ഇഷ്ടം തുറന്നു പറയാൻ പോണില്ല. അവളും പറയില്ല. കാരണം ആ പെണ്ണിപ്പോഴും നിന്നെ കിട്ടാനുള്ള യോഗ്യതയൊന്നും അവൾക്കില്ലാന്ന ചിന്തയില്ല. പിന്നെ ഇപ്പൊ എന്തിനാ നീ ചാടിത്തുള്ളി അവളെ കാണാൻ പോകുന്നേ? ഒന്ന് പോയേടാ. വിനോദ് അവനെ പുച്ഛിച്ചു. വിനു, അവളെന്തിനാ അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നേ? എനിക്ക് അവളെ ഇഷ്ടാ, അവൾക്ക് എന്നെയും. അപ്പോ അവൾക്കതൊന്നും എന്നോട് തുറന്നു പറഞ്ഞ എന്താ? അവൻ വിനോദിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളോട് ചെന്ന് പറഞ്ഞൂടെ? അതെങ്ങനെയല്ലേ? അവൾക്ക് നിന്നെ സ്നേഹിക്കാൻ യോഗ്യതയുണ്ടെന്ന് അവൾ സ്വയം ബോധ്യപ്പെട്ടിട്ട് ഇഷ്ടം തുറന്നു പറയുമെന്ന് പറഞ്ഞു നിൽക്കല്ലേ നീ? എന്താന്ന് വെച്ച കാണിക്ക്. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. വിനോദ് താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. എടാ വിനു, അപ്പൊ നീയല്ലേ പറഞ്ഞേ ഇന്നത്തോടെല്ലാം സെറ്റാക്കി തരാന്ന്? എന്നിട്ടിപ്പോ നീ എന്നെ കൈയൊഴിഞ്ഞോ? ഹരി വിഷമത്തോടെ ചോദിച്ചു. വിനോദ് അവനെ കുറുമ്പോടെ നോക്കി. അത് കണ്ട് ഹരിയുടെ നെറ്റി ചുളിഞ്ഞുപോയി. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഹരി ചോദിച്ചു. അവള് ഗൗരിക്കൊപ്പം അമ്മയുടെ റൂമിലേക്ക് പോകുന്നത് കണ്ടായിരുന്നു. നീ അങ്ങോട്ട് ചെല്ല്, ബാക്കിയെല്ലാം സെറ്റാ. അവൻ ചിരിയോടെ പറഞ്ഞതും ഹരിയുടെ മുഖം വിടർന്നുപോയി. സെറ്റാണെന്നോ? എന്ന് വെച്ചാ അമ്മു ഇന്ന് എന്നെ ഇഷ്ടാണെന്ന് പറയുന്നാണോ? ഹരി ആവേശത്തോടെ ചോദിച്ചു. അതേലോ, വിനോദ് ഒരു ഈണത്തിൽ പറഞ്ഞു. സത്യാണോ? എടാ, എങ്ങനെ? എന്താ പ്ലാൻ? വേഗം പറ. ഹരിക്ക് അതറിയാൻ ആവേശമായി. അങ്ങോട്ട് ചെന്ന് കീറിക്കൊടുക്ക്. ഞങ്ങളുടെ പ്ലാൻ കാരണം നിന്റെ പ്രണയം പൂവിടുവോ അതോ വാടിക്കരിയോന്ന് ഇന്നറിയാം. വിനോദ് പതിയെ പിറുപിറുത്തു. നീ എന്താ പറഞ്ഞേ? ഹരി അവൻ പറഞ്ഞത് വ്യക്തമാകാത്തത് കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. നിന്നോട് അങ്ങോട്ട് ചെല്ല്, നിനക്ക് തനിയെ മനസ്സിലാവൂന്ന് പറഞ്ഞതാ. വിനോദ് അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. അവന്റെ ഇളി കണ്ട് ഹരിയുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങിയെങ്കിലും അവൻ തല കുലുക്കി. ശരി, ഞാൻ അവളെ കണ്ടിട്ട് വരാം. എല്ലാത്തിനും ഇന്നത്തോടെ ഒരു തീരുമാനമാവുമല്ലോ. എനിക്കത് മതി. അവൻ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ദേവികയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോക്ക്. എന്താവോ എന്തോ. വിനോദ് ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. അളിയ. പെട്ടെന്ന് ആദി വന്ന് വിനോദിന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. വിനോദ് അവനെ ഒന്ന് നോക്കി. അളിയ, നിന്റെ ഹരിയളിയന്റെ കാര്യം ഇന്നത്തോടെ തീരുമാനാവും. വിനോദ് ആദിയെ ദയനീയമായി നോക്കി. എന്തു പറ്റി അളിയ? പ്ലാൻ ഫ്ലോപ്പായോ? ആദി സംശയത്തോടെ ചോദിച്ചു. വിനോദ് അവനെ അത്ഭുതത്തോടെ നോക്കി. അപ്പോ അളിയനെ അറിഞ്ഞു എൻ്റെ പ്ലാൻ എല്ലാം? അവൻ ചോദിച്ചു. കുറച്ചു മുന്നേ അച്ചു ഹർഷയോട് സംസാരിക്കുന്നത് കേട്ടായിരുന്നു. ആദി നേർമയായി പുഞ്ചിരിച്ചു. വിനോദിന് പക്ഷേ അത്ര ചിരിയൊന്നും വന്നില്ല. എന്തു പറ്റി അളിയ? അവൻ വീണ്ടും ചോദിച്ചു. ഏയ് ഒന്നുമില്ല അളിയ, എൻ്റെ പ്ലാൻ അങ്ങോട്ട് വർക്കായില്ലേ എന്നൊരു സംശയം. അമ്മു കരഞ്ഞോണ്ടോടുന്ന സീൻ ഇല്ലായിരുന്നു എൻ്റെ പ്ലാനിൽ. ഇത് കോളാവുന്ന തോന്നുന്നേ. വിനോദ് അവനെ നോക്കി ദയനീയതയോടെ പറഞ്ഞു. ആദിക്ക് അവന്റെ സംസാരം കേട്ട് ചിരി വന്നു. നമുക്ക് നോക്കാളിയ, ഉള്ള ആത്മവിശ്വാസം കളയല്ലേ, എല്ലാം ശരിയാവും. ആദി ഫുൾ പോസിറ്റീവ് വൈബ്. വിനോദ് അവനെ ആകെ മൊത്തം ഒന്ന് നോക്കി. എന്താളിയ ഇങ്ങനെ നോക്കുന്നേ? ആദി സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഇങ്ങനെ ആത്മവിശ്വാസം വാരി വിതറി തരുന്നത് കണ്ട് നോക്കിയതാ. എന്നിട്ട് ഈ കോൺഫിഡൻസ് എൻ്റെ ചിന്നൂട്ടിയോട് ഇഷ്ടം പറയുന്ന നേരത്ത് നിനക്കില്ലായിരുന്നല്ലോ. വിനോദ് അവനെ കളിയാക്കി. അത് പിന്നെ അവളൊരു കാന്താരിയല്ലേ, അതായിരുന്നു പേടി. ഇവിടെ പക്ഷേ അങ്ങനെയല്ലല്ലോ, അമൃത ഒരു പാവം കുട്ടിയാ. അവൻ ഇളിച്ചു. അപ്പോ എൻ്റെ ചിന്നു പാവല്ലെന്നല്ല അളിയ നീ ഇപ്പൊ പറഞ്ഞേ? ശരിയാക്കി തരാടാ നിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങളുടെ ഒന്നും ജീവിതം എങ്ങും എത്താതെ നീ മാത്രം അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. വിനോദ് കപട ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ നിന്നും ആദിയുടെ കൈ എടുത്തു മാറ്റി അകത്തേക്ക് നടന്നു. അയ്യോ, അളിയനത് എങ്ങോട്ടാ? ആദിയോടെ ചോദിച്ചു.
ചിന്നുനെ കാണാൻ നീ അവളെപ്പറ്റി പറഞ്ഞത് അവളോട് പറയാ. അവൾക്ക് പിന്നെ ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. നിനക്കുള്ള പരിപ്പുവടയും ചായയും അവള് തന്നോളും. വിനോദ് കുറുമ്പോടെ പറഞ്ഞു. ആദ്യം അവനെ ദയനീയമായി നോക്കി. പൊന്നളിയ, ചതിക്കല്ലേ. ഇപ്പൊ ഒരു പ്രശ്നം പറഞ്ഞു തീർത്തതേയുള്ളൂ. ജീവിച്ചു പൊക്കോട്ടെ. ഞങ്ങളുടെ കല്യാണം ആവാറായി. പ്ലീസ് തെറ്റിക്കരുത്, അവൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവന്റെ സംസാരം കേട്ട് ഇത്തവണ വിനോദ് ചിരിച്ചു പോയിരുന്നു. ഹരി ദേവികയുടെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി. കല്യാണിയും ഗൗരിയും അവരുടെ കൂടെ അമ്മു ഉണ്ട് റൂമിൽ. അമ്മു ബെഡിൽ തലതാഴ്ത്തി ഇരിക്കുകയാണ്. അത് കണ്ട് ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. ഇതെന്താ ഇവിടെ മൂന്നാളും കൂടെ പരിപാടി? ഹരി അമ്മുവിനെ നോക്കിയാണ് അത് ചോദിച്ചത്. അവന്റെ ശബ്ദം കേട്ട് അമ്മു പെട്ടെന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. കല്യാണി അവന്റെ അടുത്തേക്ക് വന്നു. അറിയില്ല ഹരി, മോൾക്ക് എന്താണാവോ പെട്ടെന്ന് പറ്റിയേ? ദേ ഇരുന്ന് കരയാ, കല്യാണി സങ്കടത്തോടെ പറഞ്ഞു. ഹരി അമ്മുവിനെ നോക്കി. നിറഞ്ഞ കണ്ണുകൾ അവൾ തുടച്ചു നീക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും അവ നിറയുന്നു. പക്ഷേ അവൾ എന്തിനെങ്ങനെ കരയുന്നേ? ഹരിക്ക് അറിയുമായിരുന്നില്ല. ഗൗരി ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തെ ടെൻഷൻ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അമ്മ വരൂ, നമുക്ക് അപ്പുറത്തേക്ക് പോവാ. ഹരിയേട്ടൻ സംസാരിക്കട്ടെ ഇവളോട്, ഗൗരി പെട്ടെന്ന് പറഞ്ഞു. കല്യാണി ശരിയെന്ന പോലെ തല ഉലുക്കിക്കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് നടന്നു. ഗൗരി, ഞാനുണ്ട്. അമ്മു കണ്ണുകൾ തുടച്ചുകൊണ്ട് പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് നടന്നു. അവൾ ഹരിയെ നോക്കിയതേയില്ല. ഹരിക്ക് ഒന്നും മനസ്സിലായില്ല. എന്തിനാ ഇവൾക്ക് എന്നോട് ഈ പിണക്കം? അവൻ അവളെ സംശയത്തോടെ നോക്കി. അവളുടെ അവഗണനയിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നുന്നു. അമ്മു, നീ ഹരിയേട്ടനോട് സംസാരിച്ചിട്ട് വാ, ഞാൻ പുറത്തുണ്ടാവും. അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗൗരി, അമ്മു അവളെ വിളിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടക്കാനൊരുങ്ങി. പെട്ടെന്ന് ഹരി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അകത്തേക്ക് വലിച്ചു. അമ്മു അവനെ കണ്ണു നിറച്ച് നോക്കി. പക്ഷേ അവന്റെ മുഖത്ത് അവൾ ഇത്ര നേരം തന്നെ ഒന്നും നോക്കാത്തതിലും സംസാരിക്കാത്തതിലുമുള്ള ദേഷ്യമാണ്. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അമ്മു അവനെ പേടിയോടെ നോക്കി. ഹരി അവളുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ ചുവട് വെച്ചു. അതിനനുസരിച്ച് അമ്മു പുറകിലേക്ക് നടന്നു. പക്ഷേ ഹരിയുടെ മുഖത്ത് അപ്പോഴും ദേഷ്യം തന്നെയാണ്. അവൾ ഭിത്തിയിലേക്ക് ചാരി നിന്ന് അവനെ പേടിയോടെ നോക്കി. ഹരി സർ, അവൾ വിറയലോടെ വിളിച്ചു. അവൻ അവൾക്ക് അപ്പുറവും ഇപ്പുറവും കൈകുത്തി നിന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ദേഷ്യത്തോടെ. അമ്മുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഗൗരി നേരെ പോയത് ചിന്നുവിന്റെ അടുത്തേക്കാണ്. അവളും ആദിയും തമ്മിലുള്ള പിണക്കം മാറിയ കാര്യം പറയുകയാണ് ചിന്നു ഗൗരിയോട്. പക്ഷെ പിണക്കം മാറിയ കാര്യം പറയുമ്പോഴുള്ള ചിന്നുവിന്റെ ചുവന്നു കയറുന്ന മുഖം കണ്ട് എങ്ങനെയാണ് പിണക്കം മാറ്റിയതെന്ന് കുറുമ്പോടെ ചോദിക്കുന്നുണ്ട് ഗൗരി. അതിന് ചിന്നു അവളെ ഇളിയോടെ നോക്കി. അവളുടെ ഇളി കണ്ടപ്പോൾ തന്നെ ഗൗരിക്ക് കാര്യം മനസ്സിലായി. ഗൗരി അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് ചിന്നു നാണത്തോടെ തല താഴ്ത്തി. പക്ഷേ അത്രയും നേരമായി ഗൗരിയെ മാത്രം നോക്കി നിന്ന ഒരുവന്റെ കണ്ണുകൾ അവളുടെ പൊട്ടിച്ചിരി കണ്ട് തിളങ്ങി. ചുണ്ടിൽ അവൾക്ക് വേണ്ടി മാത്രമായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. തുടരും.